ഡിസംബർ 27 വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലനും സുവിശേഷകനും. ആയുധ നിർമ്മാതാക്കൾ, രചയിതാക്കൾ, പ്രസാധകർ, മെഴുകുതിരി നിർമ്മാതാക്കൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, ലിത്തോഗ്രാഫർമാർ, പേപ്പർ നിർമ്മാതാക്കൾ എന്നിവരുടെ രക്ഷാധികാരി. വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലൻ മറ്റ് അപ്പസ്തോലന്മാരിൽ നിന്ന് പലതരത്തിൽ വേറിട്ട് നിൽക്കുന്നു. അദ്ദേഹം എഴുതിയ സുവിശേഷത്തിൽ അവൻ തന്നെ പരാമർശിക്കുന്നത് യോഹന്നാൻ എന്നല്ല, മറിച്ച് യേശു സ്നേഹിച്ചവൻ എന്നാണ്. പാരമ്പര്യമനുസരിച്ച് അദ്ദേഹം മറ്റ് അപ്പസ്തോലന്മാരെക്കാൾ കൂടുതൽ ജീവിച്ചു, 101 മരിച്ചു. രക്തസാക്ഷിത്വത്തേക്കാൾ സ്വാഭാവിക കാരണങ്ങളാൽ മരിച്ച ഒരേ ഒരു അപ്പസ്തോലനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രചനാശൈലി നിഗൂഢവും പ്രതിഫലിക്കുന്നതും ധ്യാനാത്മകവുമാണ്. കൂടാതെ അദ്ദേഹം സമ്പന്നമായ പ്രതീകാത്മകത ഉൾക്കൊള്ളുന്നു. സുവിശേഷങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളല്ലാതെ യോഹന്നാൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വളരെ കുറച്ചേ അറിയൂ. അവൻ മിക്കവാറും ഗലീലി കടലിലെ വടക്ക് ഭാഗത്തുള്ള കഫർനാമിൽ നിന്നോ ബെത്സേദയിൽ നിന്നോ ആയിരുന്നു. പിതാവ് സെബദി, സഹോദരൻ ജെയിംസ് എന്നിവരോടൊപ്പം അദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. സൈമണിൻ്റെയും ആൻഡ്രൂവിൻ്റെയും സുഹൃത്തും മത്സ്യബന്ധന കൂട്ടാളിയുമായിരുന്നു. യോഹന്നാൻ്റെ അമ്മ സലോമിയായിരുന്നു. അവൾ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സഹോദരിയായിരിക്കാം. യോഹന്നാൻ യേശുവിൻ്റെ മറ്റൊരു ബന്ധുവായ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യനായിരിക്കാം. യോഹന്നാനെയും ആൻഡ്രൂവിനെയും യേശുവിലേക്ക് ചൂണ്ടിക്കാണിച്ചത് സ്നാപകനായിരുന്നു. അവൻ യേശു നടന്നു പോകുന്നത് നോക്കി അവൻ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. 2 ശിഷ്യന്മാർ അവൻ പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ചു. ഏതാനും വാക്യങ്ങൾക്ക് ശേഷം നാം വായിക്കുന്നു, യോഹന്നാനെ കേട്ട് യേശുവിനെ അനുഗമിച്ച 2 പേരിൽ ഒരാളായിരുന്നു ശിമയോൻ പത്രോസിൻ്റെ സഹോദരനായ ആൻഡ്രൂസ്. മറ്റൊരു ശിഷ്യൻ്റെ പേര് പറയുന്നില്ല. എന്നാൽ മിക്ക പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് അത് ആൻഡ്രൂവിൻ്റെ സുഹൃത്തായിരുന്നു എന്നാണ്. ഒരിക്കൽ യേശു തൻ്റെ എല്ലാ അപ്പസ്തോലന്മാരെയും വിളിച്ച് ജെയിംസിനെയും യോഹന്നാനെയും ബൊനേർഗസ്, അതായത് ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിച്ചു. അവർ അമിത തീക്ഷ്ണതയുള്ളവരായിരുന്നതുകൊണ്ടാകാം ഈ പദവി. ഉദാഹരണത്തിന്, തങ്ങളെ സ്വാഗതം ചെയ്യാത്ത ഒരു സമറിയൻ പട്ടണത്തെ ദഹിപ്പിക്കാൻ സ്വർഗത്തിൽ നിന്ന് അഗ്നി വിളിക്കണോ എന്ന് അവർ യേശുവിനോട് ചോദിച്ചു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലുടനീളം 12 അപ്പസ്തോലന്മാർ യേശുവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിലും പത്രോസും ജെയിംസും യോഹന്നാനും അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടാളികളായി ഉയർന്നു വരുന്നു. തൻ്റെ ജീവിതത്തിലെയും ശുശ്രൂഷയിലെയും സുപ്രധാന നിമിഷങ്ങളിൽ ഈ 3 ശിഷ്യന്മാരെ മാത്രമേ യേശു തന്നോടൊപ്പം കൊണ്ടുവരുന്നുള്ളൂ എന്നത് ശ്രദ്ധേയമാണ്. ജായിറസിൻ്റെ മകളെ ഉയർപ്പിക്കുമ്പോഴും മഹത്വത്തിൽ രൂപാന്തരപ്പെടുമ്പോഴും പൂന്തോട്ടത്തിലെ വേദനയുടെ സമയത്തും ഈ വിശുദ്ധനെ കാണാം. യേശുവിൻ്റെ അറസ്റ്റിനും വിചാരണയ്ക്കും സാക്ഷ്യം വഹിച്ച ശേഷം യേശുവിൻ്റെ അമ്മയോടൊപ്പം ക്രൂശിത രൂപത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരേ ഒരു അപ്പസ്തോലൻ യോഹന്നാൻ മാത്രമാണ്. മറ്റുള്ളവർ ഭയന്നോടി. അവിടെ വെച്ചാണ് യേശു തൻ്റെ അമ്മയെ യോഹന്നാൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചത്. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. പുനരുത്ഥാനത്തിന് ശേഷം മഗ്ദലയിലെ മറിയ താൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടതായി ഇരുവരെയും അറിയിച്ചപ്പോൾ യോഹന്നാൻ പത്രോസിന് മുമ്പായി കല്ലറയിലേക്ക് ഓടി. യോഹന്നാൻ പത്രോസിനെ കാത്തിരിക്കുകയും ആദ്യം കല്ലറയിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയും ചെയ്തു. അവസാനമായി പുനരുത്ഥാനത്തിന് ശേഷം അത്ഭുതകരമായ മത്സ്യബന്ധനത്തിൽ യോഹന്നാൻ സന്നിഹിതനാണ്. ആ പുനരുത്ഥാന ഭാവത്തിലാണ് യോഹന്നാൻ എന്ത് സംഭവിക്കുമെന്ന് പത്രോസ് യേശുവിനോട് പ്രത്യേകം ചോദിച്ചത്. യേശു മറുപടി പറഞ്ഞു, ഞാൻ വരുന്നതുവരെ അവൻ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് നിങ്ങളുടെ ആശങ്ക? നിങ്ങൾ എന്നെ അനുഗമിക്കുക. ഈ മറുപടി യോഹന്നാൻ മരിക്കില്ലെന്ന് ശിഷ്യന്മാരെ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചു. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പെന്തക്കോസ്താവിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന മാളികമുറിയിൽ ഒത്തുകൂടിയവരിൽ യോഹന്നാനും ഉൾപ്പെടുന്നു. യോഹന്നാനും പത്രോസും ആലയത്തിൽ വെച്ച് ഒരു മുടന്തനെ അത്ഭുതകരമായി സുഖപ്പെടുത്തുന്നു. ഇത് ജനക്കൂട്ടത്തോട് പത്രോസിൻ്റെ ശക്തമായ പ്രഭാഷണത്തിലേക്ക് നയിച്ചു. പുരോഹിതന്മാരും ക്ഷേത്രപാലകരുടെ ക്യാപ്റ്റനും സദുക്കരും ജോണിനെയും പത്രോസിനെയും ഒരു രാത്രി തടവിൽ പാർപ്പിക്കുന്നു. അടുത്ത ദിവസം 2 പേരും മഹാപുരോഹിതന്മാരുടെ മുൻപാകെ യേശുവിനെക്കുറിച്ച് ധൈര്യത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. മാനുഷിക കൽപ്പനകൾക്ക് മേൽ ദൈവത്തെ അനുസരിക്കാനുള്ള തങ്ങളുടെ കടമ ഉറപ്പിച്ചു. ജനക്കൂട്ടത്തെ ഭയന്ന് അധികൃതർ ഇവരെ വിട്ടയച്ചു. സ്റ്റീഫൻ്റെ രക്തസാക്ഷ്യത്തിന് തൊട്ടു പിന്നാലെ പുതിയ വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കാൻ പത്രോസിനെയും യോഹന്നാനെയും സമറിയയിലേക്ക് അയച്ചു. സമറിയയ്ക്ക് ശേഷം യോഹന്നാൻ എവിടെയാണ് യാത്ര ചെയ്തതും ശുശ്രൂഷിച്ചതും എന്നതിനെക്കുറിച്ച് വിശ്വസനീയമായ രേഖകളില്ലെങ്കിലും മിക്ക പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് അവനും പരിശുദ്ധ കന്യാമറിയവും ആധുനിക തുർക്കിയിലെ എഫെസസിലേക്ക് താമസം മാറിയെന്നും യോഹന്നാൻ തൻ്റെ ജീവിതകാലം മുഴുവൻ മറിയത്തെ പരിചരിക്കുകയും ഏഷ്യയിലുടനീളം ശുശ്രൂഷിക്കുകയും ചെയ്തു. മൈനർ ഇന്നത്തെ പടിഞ്ഞാറൻ തുർക്കി. ഈ വിശ്വാസം പ്രത്യേകിച്ചും അദ്ദേഹം സ്ഥാപിക്കാൻ സഹായിച്ച 7 സഭകൾക്ക് എഴുതിയ വെളിപാട് പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന കത്തുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് യോഹന്നാൻ അറസ്റ്റ് ചെയ്ത് തിളയ്ക്കുന്ന എണ്ണയിൽ ഇട്ടതായി ഒരു പാരമ്പര്യം പറയുന്നു.
അവൻ അത്ഭുതകരമായി പരിക്കേൽക്കപ്പെടാതെ പോയതിനു ശേഷം അനേകം സാക്ഷികൾ വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. തുടർന്ന് ചക്രവർത്തി അദ്ദേഹത്തെ 1 വർഷത്തേക്ക് പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. അവിടെ അദ്ദേഹത്തിന് നിഗൂഢ ദർശനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ ദർശനങ്ങൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഴുതി. ഞാൻ യോഹന്നാൻ, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളോട് ദുരിതം പങ്കിടുന്നു. ഞാൻ ദൈവവചനം പ്രഘോഷിക്കുകയും യേശുവിനെ സാക്ഷ്യം നൽകുകയും ചെയ്തതിനാൽ യേശുവിലുള്ള രാജ്യവും സഹിഷ്ണുതയും പത്മോസ് എന്ന ദ്വീപിൽ എന്നെ തന്നെ കണ്ടെത്തി. യോഹന്നാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. തൻ്റെ നീണ്ട ഭൗതിക ജീവിതത്തിലുടനീളം അങ്ങനെ തുടർന്നു. സ്വർഗത്തിൽ എന്നേക്കും ഉണ്ടായിരിക്കും. യോഹന്നാൻ്റെ ജീവിതം സ്നേഹം കൊണ്ട് സംഗ്രഹിക്കാം. ദൈവം സ്നേഹമാണ്. നാം ദൈവത്തെ സ്നേഹിക്കണം. നാം പരസ്പരം സ്നേഹിക്കണം. സ്നേഹമാണ് എല്ലാം. വിശുദ്ധ യോഹന്നാൻ തൻ്റെ കർത്താവിനോടുള്ള ഈ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു.